സത്യത്തിൽ എന്താണ് സമാധി? ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ മധുരയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു യാത്രയിലാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ഇട്ട് തന്നത് ഈ ഒരു വീഡിയോ. കയറിയൊന്നും കണ്ടില്ല. സമാധി എന്താണെന്നോ ഈ രീതിയിലാന്ന് വെച്ചാൽ എപ്പോഴും സമൂഹത്തിൽ അടക്കം ഇങ്ങനെയുള്ള ആത്മീയപരമായതുകൊണ്ടും പിന്നെ ഇത്രയും നാളത്തെ ഒരു ആത്മീയതയിൽ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ സാധനങ്ങളിലൊക്കെ വരുന്ന പലരുടെ അടുക്കലാണെങ്കിലും സമാധി എന്ന് പറഞ്ഞേക്കുമ്പോൾ അവർക്ക് ഭയമെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എല്ലാവർക്കും പേടിയാണ്. സമാധി എന്ന് നിൽക്കുമ്പോൾ മരണം അല്ലെങ്കിൽ അതിനോടുള്ളൊരു തയ്യാറെടുപ്പ് അങ്ങനെയൊക്കെയുള്ള വലിയ ആത്മീയത നിൽക്കുന്നവർക്ക് ഇപ്പോഴും വ്യക്തമല്ലത് എന്താന്നുള്ളത്. ഇപ്പം എന്തായാലും കുറച്ച് നെഗറ്റിവിറ്റി വന്നാലും ആൾക്കാർ ആ പദം കേൾക്കുന്നുണ്ട്. എൻ്റെയൊക്കെ ആത്മീയ പാതയിൽ വരുന്നതിൻ്റെ ഒരു കുറേ നമുക്കറിയില്ല. ഇപ്പോഴും പലർക്കും അറിയില്ല സമാധി എന്താണ്, മരണം എന്താന്നുള്ളൊരു ഇതില്ല. പക്ഷെ എൻ്റെ അനുഭവം വെച്ച് പറയാം, എനിക്ക് മറ്റുള്ള ഒന്നും ഇതാക്കാൻ പറ്റുന്നില്ല. ഇപ്പം ആദ്യമായിട്ട് സമാധിക്ക് ശേഷമാണ് സമാധി എന്താന്ന് ഞാൻ അറിയുന്നത് എൻ്റെ ജീവിതത്തിൽ. താങ്കൾ സമാധിയായ ആളാണ്. സമാധി ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സില്ലാതാവുന്നതിനാണ് സമാധിയിൽ പറയുന്ന അവസ്ഥ. 8 തരത്തിൽ സമാധിയുണ്ട്. ഓക്കെ. എപ്പോഴും സമാധി ഇപ്പം എൻ്റെ ഒരു ഊർജം ഇപ്പം ഞാൻ എപ്പോഴും മിസ്ട്രിസമാണ്. ഇപ്പം ഈ സൃഷ്ടിയെക്കുറിച്ച് അറിയുന്ന ഒരു കാര്യം ഞാൻ ഉള്ളിൽ അനുഭവിക്കുന്നത് എനിക്ക് മറ്റുള്ള ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ അതൊരു സമാധി അവസ്ഥയാണ്. ഇപ്പം അങ്ങേക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്ത് നമ്മുടെ ഓരോ ഈവൻറ്റ്സ് കണ്ടു നോക്കാം. അതിനൊരു സമാധി തയ്യാറെടുപ്പുണ്ട്. സമാധി ആവുന്നൊരു സ്റ്റേറ്റ് ഉണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് നമുക്കൊരു ഇമോഷൻസ് കടന്നു വരും, നമുക്ക് അതുകൊണ്ടാണ് പറയുന്നത് തുര്യാതീതം എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. കൂടിയ അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ. സുഷുപ്തിയെക്കാട്ടിൽ കൂടിയൊരു അവസ്ഥയാണ് അതുണ്ടാവുന്നത്. ആ സ്റ്റേറ്റിൽ ഇപ്പം ഞാനും ഇപ്പം ഒരു കാര്യം ചെയ്ത് നമുക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും, ഇത് ചെയ്താൽ ഇന്ന റിസൾട്ടും കാര്യങ്ങളൊക്കെ. അതേസമയം സ്പിരിച്വൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു എനർജി വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ എക്സ്പെക്റ്റേഷൻ എല്ലാം അവസാനിക്കും. എപ്പോഴും നമുക്കൊരു ആഗ്രഹമില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതിനൊരു ഉന്മേഷം വേണം, എന്തെങ്കിലും വേണം. എന്നാൽ സ്പിരിച്വൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ മനസ്സില്ലാതായിപ്പോൾ അവിടെ ഒന്നും പ്രതീക്ഷയില്ല. ആ സ്റ്റേറ്റ് ഒരു സമാധി അവസ്ഥയാണ്. അപ്പം നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്കും സമാധിയുടെ അവസ്ഥ എന്തെന്നറിയും. അവിടെ ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് പൊക്കിയാൽ മതി, അവർ നിലത്ത് വീഴും. അത് ഊർജം വന്ന് അടിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഇടയ്ക്കൽ ഒരു സംസാരത്തിൻ്റെ ഇടയിൽ ഒരാൾ ചോദിച്ചു, ഇതൊക്കെ പൈസ കൊടുത്ത് ചെയ്യിക്കുന്നതാണോ ഗുരുജിന്ന്? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കാം. വളരെ പ്രശസ്തരായിട്ടുള്ള ഡോക്ടർമാർ, ഒരു കുട്ടി വിറച്ചു വരുന്നുണ്ട്, ടീച്ചർമാർ, 5-6 5 സ്റ്റാറും 3 സ്റ്റാർ ഹോട്ടലിൻ്റെ ഉടമകൾ, അവരൊന്നും ഒരിക്കലും പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പോലും